നെഗറ്റീവ് എനർജി ഇതുവരെയായിട്ട് എനിക്ക് മാറുന്നില്ല, എന്നെ ഇങ്ങനെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ആ തകർച്ചയുടെ ആത്മാവിനാണെങ്കിൽ ഒരു കുറവുമില്ല, ഇപ്പോഴും തകർച്ചയാണ്, ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്, ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ അടുത്ത സമയത്തായിട്ട് ധാരാളം പേരുടെ മെസ്സേജുകൾ വന്നതനുസരിച്ചിട്ടാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഉണ്ടാകും, അടുത്ത ഞായറാഴ്ച ഉണ്ടാകും. അങ്ങനെ ഒരു 4-5 എപ്പിസോഡായിട്ടാണ് ഈ ക്ലാസ് തീരത്തുള്ളൂ. ഇത് നമ്മളിന്ന് തുടക്കമാണ്. ഈ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ബേസ്മെൻ്റായിട്ട് നിങ്ങളിത് കേൾക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും മാനസാന്തര അനുഭവത്തിൽ വന്നതിന് ശേഷവും അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സ്നാനമൊക്കെ പെട്ടതിന് ശേഷവും ഭയങ്കരമായിട്ട് എന്നെ ഈവിൾ സ്പിരിറ്റിൻ്റെ ശല്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? നമുക്കറിയാം, പിന്നെ മുതിർന്നതിന് ശേഷം സ്നാനം കൊടുക്കുന്ന ഒരുപാട് സഭയിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവർ പറയും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന പ്രീച്ചിങ് ചെയ്യുന്ന സഭയിലെ മെമ്പേഴ്സ് പോലും വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വല്ലാത്ത അവസ്ഥയാണ് ബ്രദറെ, ഭയങ്കര സ്പിരിറ്റിൻ്റെ ഉപദ്രവമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാസത്തിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, ജനങ്ങൾ പ്രാക്ടിക്കലിലേക്ക് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പ്രശ്നങ്ങളിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ക്ലാസ് കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടതാണ്. അതായത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ആരെങ്കിലും അന്ധകാര ശക്തിയുമായി അവർ വാക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഈവിൾ സ്പിരിറ്റുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഏത് തലത്തിലാണ് ഈ ബന്ധം സ്ഥാപിച്ചതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കത്തില്ല. അവരേത് തലത്തിലാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തലമുറ വരെ ഈ സ്പിരിറ്റ് നമ്മളെ പൊസഷൻ ബോണ്ടേജിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒപ്രഷൻ ബോണ്ടേജിൽ വെക്കുകയോ ചെയ്യും. അവരുടെ, അതായത് യാഹ്വേ മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ രാജാവ് അവരെ ഒപ്രഷൻ ആക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരെ ഇട്ട് പീഡിപ്പിക്കുകയാണ്, അവരെ നല്ലപോലെ ബന്ധിക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഒപ്രഷൻ ബോണ്ടേജിലേക്ക് ആ പിതാവ് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർ സാത്താനുമായിട്ട് നടക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലം ഈ അന്ധകാര ശക്തിയുടെ ഇത് നമുക്കുണ്ടാവും. നമുക്ക് മേൽഗതി ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മൾ എന്ത് ജോലി ചെയ്താലും, എന്ത് ബിസിനസ് നമ്മൾ പലതിങ്ങനെ മാറി മാറിയിട്ട് പോകുക, നമ്മൾ താഴെ പോകും. നമുക്കറിയാം, ചിലവരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആരുടെയെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യവും നടക്കത്തില്ല. നമുക്കെല്ലാം നെഗറ്റീവായി. വണ്ടി ഓടിച്ച് പോയാൽ ഇങ്ങോട്ട് വണ്ടി വന്ന് കയറുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇവൻ്റെ കാര്യത്തിന് എപ്പോൾ ഇറങ്ങിയാലും പ്രശ്നമാണല്ലോ എന്ന് നിങ്ങൾ പറയത്തില്ലേ? ആ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഈവിൾ സ്പിരിറ്റിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെടാത്തതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വായിക്കേണ്ട വചനഭാഗങ്ങളിലേക്ക് ഞാൻ വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് നമ്മൾ വായിക്കേണ്ടത് ലേവ്യ പുസ്തകത്തിൽ അതിൻ്റെ 17-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കേണ്ടത്. അതായത് ലേവ്യ പുസ്തകത്തിൽ നിന്ന് അവരടുത്ത് പറഞ്ഞു, ശുശ്രൂഷ സ്ഥാനത്തേക്ക് യാഹ്വേ അവരെ വിളിക്കുന്ന സമയത്ത്, ശുശ്രൂഷ സ്ഥാനത്തേക്ക് യാഹ്വേ അവരെ വിളിക്കുന്ന സമയത്ത് അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ആ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവരോട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുക്കൾക്ക് ഇനി ബലിയർപ്പിക്കരുത്. ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ്. ഇവിടെ കണ്ടോ, തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ്. ഈ പിശാചുകൾക്ക് ബലി അർപ്പിക്കരുത് എന്നുള്ളത് തലമുറ തോറും എന്നേക്കും ഉള്ള നിയമമാണ്. ഈ നിയമമൊന്നും യേശുക്രിസ്തു മാറ്റിയിട്ടില്ല. പലരും പറയും യാഹ്വേ പഴയ കാലത്ത് നടത്തിയ എല്ലാ നിയമവും യേശുക്രിസ്തു മാറ്റി എന്ന് പറയും. അങ്ങനല്ല. യേശുക്രിസ്തു നിലനിർത്തിയ ഒത്തിരി നിയമങ്ങൾ യാഹ്വയുടേതുണ്ട്.
അത് യേശുക്രിസ്തു മാറ്റിയത് സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമേ യേശുക്രിസ്തു മാറ്റിയുള്ളൂ. എന്നാൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ആരാധിക്കുന്ന സകല നിയമങ്ങളും യേശുക്രിസ്തു അതുപോലെ നിലനിർത്താൻ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, സ്ക്രീനിൽ അല്ലെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് വായിച്ചു നോക്കിയേ. അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുകൾക്ക് ഇനി ബലിയർപ്പിക്കരുത്. ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ്. ഇത് തലമുറ തോറുമുള്ള നിയമമാണ്. ആരും പിശാചിന് ബലിയർപ്പിക്കാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് ഭൂതാരാധന നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് ഭൂതാരാധന. പണ്ട് ഈ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ വെച്ച് ഭൂതാരാധന നടത്തിയവരാണ്. ആ ഭൂതാരാധനയിൽ അവർ തിന്മ ചെയ്തു, ശരീരവിശുദ്ധി പോലും അവർ നഷ്ടപ്പെടുത്തിയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിത ജനമാവാൻ അവരെ ക്ഷണിക്കപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂത ആരാധന നടത്തി ശാരീരിക വിശുദ്ധി നഷ്ടപ്പെടുത്തി ജീവിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാണ്, തലമുറ തോറും ഇതങ്ങനെ തന്നെ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ. 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ്? നീ അവരോട് പറയുക, ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിന് അർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. അതെന്താണ് അതങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ബലി അർപ്പിക്കാമായിരുന്നു. ഭൂതബലിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെ വേണമെങ്കിലും നിന്ന് ശുശ്രൂഷ ചെയ്യാമായിരുന്നു. അങ്ങനെ ഇവർ ശീലിച്ചു വന്നവരാണ്. ഇവർ ശീലിച്ചു വന്ന ശീലത്തെ ദൈവം എടുത്ത് മാറ്റുകയാണ്. ഇനി ഭൂത ആരാധന അവർ നടത്തുമ്പോൾ ഈ പ്രത്യേകമായ പ്രാർത്ഥനകളോ പ്രത്യേകമായ ചൊല്ലുകളോ ഭൂത ആരാധനയ്ക്കില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശക്തി ഭൂത ആരാധന നടത്തുന്ന ആളുടെ മേളിലേക്ക് കടന്നു വരും. ഒരു ശക്തി ഇങ്ങനെ കടന്നു വന്നിട്ട് ആ ശക്തിയാൽ അയാൾ പദം പറച്ചിൽ നടത്തും. ആ നടത്തുന്നതാണ് ഭൂതത്തിൻ്റെ മന്ത്രോച്ചാരണം എന്ന് പറയുന്നത്. ഒരു ശക്തി ഇവരുടെ മേൽ കടന്നു വരും. ഭൂതത്തെ ആരാധിക്കുമ്പോൾ കടന്നു വന്നിട്ട് അവർ ഒരു പദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ വാക്കുകൾ പല ലാംഗ്വേജിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ശുശ്രൂഷകൾ അത് പറഞ്ഞുകൊണ്ട് ഈ ഭൂതത്തിന് കോഴിയെ വെട്ടുക, അല്ലെങ്കിൽ കുരുതി നടത്തുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ബ്ലഡ് തളിക്കുക, ദേഹത്ത് ബ്ലഡ് എടുത്തൊഴിക്കുക, മണ്ണ് ദേഹത്ത് വരി ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ആരാധന നടത്തിയിട്ടാണ് ഭൂത ആരാധന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ധാരാളം ആഹാരം ഇരുന്ന് കഴിക്കുക, ചിലപ്പോൾ ഒത്തിരി കള്ള് കുടിച്ചുകൊണ്ട് തീർക്കുക, മനുഷ്യന് കുടിക്കാവുന്നതിൻ്റെ അപ്പുറമായിട്ട് കള്ള് കുടിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് ഭൂതാരാധന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ യാഹ്വേ അവരോട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ ആ മൈൻഡ് വെച്ച് ആടിനെ കൊന്നോ, ആ മൈൻഡ് വെച്ചുകൊണ്ട്, അതായത് വിജാതിയർ ചെയ്യുന്ന ബലിയർപ്പണത്തിൻ്റെ മൈൻഡ് വെച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വരരുത്. എൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ മുമ്പിൽ വെച്ച് ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യണം. ഇതൊക്കെയാണ് ദൈവം അവരോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ വിഷയം എടുത്തിട്ടത് എന്തിനാന്ന് പറഞ്ഞാൽ, ഇത് തലമുറ തോറും കൈമാറുന്ന ഈവിൾ സ്പിരിറ്റാണ് ഭൂതാരാധന എന്ന് പറയുന്നത്. ഭൂതാരാധനയ്ക്ക് തലമുറ തോറും കൈമാറുന്ന ഒരു സ്പിരിറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരാം. അതായത് ഈ ഭൂതത്തെ നിങ്ങൾ ആരാധിച്ച്, പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചെന്ന് വെച്ചോളുക, അതുവഴിയായിട്ട് ബ്ലീഡിങ് സംബന്ധമായ ഒരു രോഗം വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ബ്ലീഡിങ് ആണ്. ഒന്ന് ചുമ്മാ ഒന്ന് തുമ്മിയാൽ മതി ബ്ലീഡിങ്, അല്ലെങ്കിൽ തലയിങ്ങനെ ചായച്ചു വെച്ചാൽ ചെവി കൂടെ ബ്ലീഡിങ് വരിക. പല ആശുപത്രി കൊണ്ടുപോകുന്നു, മാറുന്നില്ല. ഇത് ആർക്കുണ്ടായിരുന്നു? ഇത് അപ്പൂപ്പനുണ്ടായിരുന്നു. പിന്നെയോ ഇത് എൻ്റെ മോനുണ്ടായിരുന്നു. ഇപ്പോഴോ കൊച്ചുമക്കൾക്കെല്ലാം ഉണ്ട്. നേരത്തെ പൂർവ്വ പിതാവിന് ദേഹം മൊത്തവും വെള്ളപ്പണ്ട് പോലെ പിടിച്ച് ഇങ്ങനെ പാടുകൾ വരുമായിരുന്നു. അത് പിന്നീട് ആർക്കെങ്കിലും ഉണ്ടോ? പിന്നീട് മക്കൾക്കുണ്ട്. അത് കഴിഞ്ഞോ ആ കൊച്ചുമക്കൾക്കുണ്ട്. ഇതിനെയാണ് സ്പിരിറ്റ് ക്ലൈം ചെയ്യുക എന്ന് പറയുന്ന ഈ മേഖലയാണ്. ഈ മേഖല ഉള്ള കൈമാറി രോഗങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് പല ക്യാരക്ടറുകൾ കൈമാറി ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഈ തരത്തിലുള്ള സ്പിരിറ്റിൻ്റെ ബന്ധനമായിട്ട് നിങ്ങൾ കാണണം.
ഇങ്ങനെ ബന്ധനമുള്ള ആൾ, ഞാനിത് പറയാൻ വന്നത്, ഇങ്ങനെ ബന്ധനമുള്ള ഒരാൾ നമ്മൾ ഡെലിവറൻസ് ധ്യാനത്തിൽ കൂടിയിട്ട് അയാൾ ഇതുവരെയായിട്ട് അതിൽ നിന്ന് മാറ്റം വന്നില്ലെങ്കിൽ, ഇതാണ് ഞാൻ ഒരു ഫസ്റ്റ് ബന്ധനത്തെക്കുറിച്ച് പറയുന്നത്. ഇതാണ് ഡെലിവറൻസ് ധ്യാനത്തിൽ കൂടിയിട്ടും അയാൾക്ക് ഇതുവരെയായിട്ടും മാറ്റം വന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കാര്യം എന്താണ്? ആ സ്പിരിറ്റ്, ആ നെഗറ്റീവ് സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ടെന്നാണ് അതിനർത്ഥം. അത് പോയിട്ടില്ലെന്നാണ് അർത്ഥം. ഇപ്പോഴും അവരെ കാർന്നു തിന്നുന്നുണ്ട്, ഇപ്പോഴും അവരുടെ മേൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതെന്താ പോകാത്തത്? ഇത് ഇത്രയും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നു, ഇത്രയും ഞങ്ങൾ ബന്ധനമോചനത്തിൽ വന്ന് പല ശുശ്രൂഷകരടുത്ത് ബന്ധനം ഒഴിക്കാൻ ഞങ്ങൾ കടന്നു ചെന്നു, പക്ഷേ ഇതുവരെയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറാത്തത് എന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാകും. അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ബന്ധനം പൂർണ്ണമായി എന്ന് വെച്ചാൽ ഈവിൾ സ്പിരിറ്റ് പൂർണ്ണമായി ഒരു കുടുംബത്തിൽ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ എത്ര, ഇപ്പോൾ പണ്ട് TV ഷോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ ഇടയിൽ 1-2 പേര് നല്ലതുപോലെയുണ്ട്. പിന്നെ അങ്ങനെ ഡെലിവറൻസ് ചെയ്യുന്നവരുണ്ട്, 1-2 പേരേ ഉള്ളൂ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ TV ഷോയുടെ ഫോളോവേഴ്സായിട്ട് 2-3 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവരുടെ ആഫ്രിക്കയിലായിട്ടും ഇംഗ്ലീഷുകാരുടെ ഇടയിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഇത്രയും വലിയ ഡെലിവറൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ ഡെലിവർ ആയിട്ടും നിങ്ങൾക്ക് ഇതുവരെയായിട്ടും വിടുതൽ വന്നില്ല. അന്നേരം ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് വിടുതൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പല ഘട്ടങ്ങളായിട്ട് ഡെലിവറൻസിന് നിങ്ങൾ വിധേയപ്പെടണമെന്നുള്ള മെസ്സേജാണത്. അതായത് ഒന്നാമത്തെ ഘട്ടം ആഭിചാരത്തിൻ്റെ ആയിരിക്കും. രണ്ടാമത്തെ ഘട്ടം ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവ്, അയാൾ മരിച്ചു പോയപ്പോൾ അതിന് ശേഷം ജനിച്ച നിൻ്റെ മേൽ വന്ന് വ്യാപരിച്ചതിൻ്റെ ആത്മാവിനെ അഴിക്കാറുണ്ട്. മൂന്നാമത്തത് ഈ പിന്നെ നമ്മുടെ ഏതെങ്കിലും അന്യ ആരാധന ആയിട്ട് ബന്ധപ്പെട്ട് കഴിച്ച ഭക്ഷണങ്ങൾ അത് ക്ലെയിമായി അല്ലെങ്കിൽ അത് പോയിസണായി, സ്പിരിറ്റിൻ്റെ പോയിസണായി നമ്മുടെ വയറ്റിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിസൺ ഔട്ടാകുന്നത് വരെ ചിലപ്പോൾ ഈ ബന്ധനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനത് പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ധാരാളം വ്യക്തികളുടെ അവസ്ഥകൾ കണ്ടിട്ടാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഈ അവസ്ഥകളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നിനക്കൊരു പ്രശ്നമില്ലെങ്കിൽ നീ സ്വസ്ഥമായിട്ടിരിക്കേ. പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വിടുതൽ കർത്താവിൽ നിന്ന് എല്ലാ സൃഷ്ടികൾക്കും വിടുതൽ കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ തലത്തിൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ ക്ലാസ് കേൾക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ അവർക്കൊരു വിടുതൽ വേണം എന്നൊരു ചിന്ത ഉണ്ടാകുകയും യേശുവിലേക്ക് തിരിയാൻ ഇടയാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, ബന്ധനമോചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് പേയ്മെൻറ്റ് നൽകിയോ അതിനുവേണ്ടി ഒരുപാട് പണം മേടിച്ചോ ഒന്നുമല്ല ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യേണ്ട. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡെലിവറൻസ് ശുശ്രൂഷകൾ എപ്പോഴും സൗജന്യമായിട്ടും പിന്നെ നമ്മൾ നഷ്ടം സഹിച്ചുകൊണ്ടും ആണ് ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യേണ്ടതെന്നും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നത്. ഇനി അഥവാ ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവുക ഇനി പണം വല്ലതും തട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്പർ വല്ലതും ആണോ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവരും കൂടെയും ആ സഹോദരങ്ങളും കൂടെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പണം തട്ടിക്കൊണ്ട് നടത്തുന്ന ഡെലിവറൻസ് ശുശ്രൂഷകർ ഉണ്ട്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല, ഉണ്ട്. എനിക്കതായോ എനിക്കിതായോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നവരുണ്ട്. അത് ഞാൻ സത്യമായി ഞാനും അത് അംഗീകരിക്കുന്നു. പക്ഷേ യഥാർത്ഥ യേശുക്രിസ്തു യഥാർത്ഥമായി ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞവരോട് നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 11:12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. ഈ ജെറോബോവാം എന്തു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഹ്വേക്ക്
ഒരു ബലിപീഠം ഉള്ളതുപോലെ തന്നെ ബാൽ ദൈവങ്ങൾക്കും ബലിപീഠം ഉണ്ടാക്കി. ബലിപീഠം ഉണ്ടാക്കിയിട്ട് ലേവ്യന്മാരോട് പറഞ്ഞു, അതായത് യാഹ്വേയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള ലേവ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഞാനുണ്ടാക്കിയ ഈ അന്യ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ അന്നത്തെ ആ നാട്ടിലെ ഒരു കൾച്ചറാണ് ബാൽ ദൈവ ആരാധന എന്ന് പറയുന്നത്. ആ കൾച്ചർ പുരോഹിതർ ചെയ്യണമെന്ന് ജെറോബാം നിർബന്ധം പിടിച്ചു. അപ്പോൾ ഈ റഹോബാമിൻ്റെ നിർബന്ധം ചില ലേവ്യർ, അവർ യാഹ്വേ അല്ലാതെ ഞാൻ മറ്റൊരു ദൈവത്തെ ആരാധിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തവർ, അവർ വസ്തുക്കളെല്ലാം വിറ്റൊഴിഞ്ഞു അവർ യൂദാ നഗരത്തിലേക്ക് അഭയം പ്രാപിച്ചു. ചിലർ ഇവൻ്റെ വാക്ക് കേട്ട് ഇവനോടൊപ്പം നിന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, എന്താണ് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം ശമരിയായിൽ വളരെയേറെ ഈ ബാൽ ദൈവങ്ങളെ വെച്ചുകൊണ്ടുള്ള ആരാധന നടത്തുവാനായി ലേവ്യരെ നിർബന്ധിച്ചു. ഇപ്പം ഇന്ന് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത് വളരെ സുപരിചിതമാണ്. കാരണം ഇപ്പം നമുക്കറിയാം ഓണത്തിന് മാവേലിയുണ്ട്, അതൊരു ഫെസ്റ്റിവലല്ലേ, അതൊരു അങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അന്നത്തെ കാലത്ത് അവരുടെ കൾച്ചറാണ് ഈ ബാൽദൈവ ആരാധന. അപ്പോൾ അത് നടത്താൻ രാജാവ് പറഞ്ഞു, ലേവ്യർ പറഞ്ഞു ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലേവ്യർ മാറിപ്പോയി. അവർ പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ഒരൊറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, ഞങ്ങൾ ഇങ്ങനെയുള്ള കോപ്രായത്തിന് ഈ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ഈ ലോകമൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി, അവരഭയം തേടി. പക്ഷേ ചിലവർ ഇതിൻ്റെ കൂടെ നിന്നിട്ട് ഈ ബാൽ ദൈവ ആരാധന നടത്താൻ തുടങ്ങി. പിന്നീട് ആ ദേശം മറ്റ് അസിറിയൻ രാജാവ് കടന്നു വന്നിട്ട് ആ ദേശം മുഴുവൻ ഇല്ലായ്മ ചെയ്ത് അവിടെയുള്ള ജനങ്ങളെ മൊത്തം പിടിച്ചുകൊണ്ടുപോയി. അവരുടെ അനുഗ്രഹമില്ലാതായി, അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവരുടെ സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ ബാൽദൈവ ആരാധന ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകല അധികാരം വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഇത് വേണ്ടെങ്കിൽ വേണ്ട, പാർപ്പിടം വേണ്ടെങ്കിൽ വേണ്ട, നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് യാഹ്വയെ മാത്രം ലക്ഷ്യം കണ്ടിട്ട് മാറിപ്പോയവരോ അവർക്ക് അനുഗ്രഹം 10 ഇരട്ടി കിട്ടുകയും ചെയ്തു. മറ്റവരെ പിടിച്ചെടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇവരപ്പുറത്ത് ചെന്നിട്ട് ഇവർ വീണ്ടും അവിടെ അവരും അന്യാരാധന ചെയ്തപ്പോഴാണ് നെബൂഖദ്നേസർ വന്നിട്ട് യൂദായെയും കീഴടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരൊക്കെയാണോ ഈ പിശാചുകളെ ആരാധിക്കുകയോ അന്യദൈവ ആരാധന നടത്തുകയോ ചെയ്യുന്നത്, വർഷിപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്കെല്ലാം നഷ്ടങ്ങൾ വരുന്നത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കെല്ലാം നഷ്ടങ്ങൾ വരിക. ഇപ്പം നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഇപ്രകാരം ഒരു അന്യാരാധന ചെയ്യുന്നവരാണ്. അവർക്ക് ഏകദൈവ ആരാധന ഇല്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവർ ഏകദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു എന്നിട്ടും അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബന്ധനമോചന ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അത് മക്കളിലേക്ക് ട്രാൻസ്ഫർ ആകും എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇതേപോലെ മക്കളിലേക്ക് ട്രാൻസ്ഫറായി അവിടം വരെ നമുക്കറിയാം. പക്ഷേ ഇത്രയും ധ്യാനം കൂടിയിട്ടും നമ്മളിൽ ചിലരുടെ മേൽ എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ടാണ് ഇതിലൊരു വിടുതലില്ലാത്തത്? കർത്താവിൽ പ്രിയരെ, ഓരോരുത്തവരും ദൈവവിളി ക്യാമ്പിൽ ഇത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്, ഓരോരുത്തവരും ദൈവത്തിൻ്റെ വേലക്കായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന്, ഇപ്പോൾ ജീസസ് മിഷനിൽ വന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് മാനസാന്തരപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓരോ വർഷത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ വർഷത്തിലും. അതിൽ പലരും സുവിശേഷകരായിക്കൊണ്ടിരിക്കുന്നു. ജീസസ് മിഷനിൽ ധ്യാനം കൂടിയ പലരും സുവിശേഷ വേലക്കാരായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ചിലവരുടെ ജീവിതത്തിൽ വിടുതലില്ലാത്തതിൻ്റെ കാരണം ഞാനിത് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യും. നിങ്ങൾ മാനസാന്തരപ്പെട്ട സമയത്ത് ദൈവം ആ സമയത്ത് തന്നെ നിങ്ങളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. നീ ഇന്നത് ചെയ്യണം, നീ ഇന്നണക്ക് പോകണം, ഇന്ന കാര്യങ്ങൾ നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന് പറയും. അപ്പോൾ ദൈവത്തിന് എന്തുവാ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്? ഇത് ചെയ്യുമ്പോഴാണ് നീ അറിയാതെ, നീ മനസ്സിലാക്കാതിരിക്കുന്ന ധാരാളം സ്പിരിറ്റുകളുണ്ട്. അവയെ മറ്റൊരു തലങ്ങളിലൂടെ ദൈവം അത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഇത് ചെയ്യാൻ പറയുന്നത്. ദൈവത്തിന് ഇപ്പോൾ മനുഷ്യകരങ്ങളിൽ നിന്ന് ശുശ്രൂഷ കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെന്ത്. പക്ഷെ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരോടും ദൈവ സ്നേഹത്തോടെ എൻ്റെ മകളെ നീ വചനം പറയണം, എൻ്റെ മകളെ നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്ന് ഈ പ്രവാചകർ വഴിയെ കേട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹാളിൽ വെച്ച്.
അങ്ങനെ പുറത്തു നിന്ന് ജീസസ് പുറത്തു നിന്ന് വന്ന പ്രവാചകരും വന്ന് തലയ്ക്ക് വെച്ചിട്ട് നിന്നെ കർത്താവ് ഇന്നാണ് കാക്കുന്നു, നിന്നെ കർത്താവ് ഇന്ന മേഖലയിലൂടെ വഴി നടത്തും എന്നൊക്കെ പറഞ്ഞ് ഞാനിത് ഇപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിൽ പലരും ഇന്നും അനങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. അവരിൽ പലരും അനങ്ങിയിട്ടില്ല. അതാണ് രസം. ചിലവർ അനങ്ങി. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലൊക്കെ പറയുന്നത് കാരണം ചിലവരൊന്ന് അനങ്ങും. പക്ഷേ ഓർഡിനറി വണ്ടിയാണ്. സ്റ്റാർട്ടായി എന്ന് പറയാം. ഓഫായി കഴിഞ്ഞാൽ ഒരു ഓഫാണ്. പിന്നെ ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളണം, എന്നാലേ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ചതഞ്ഞ് ഏറ്റ കാര്യങ്ങൾ ചെയ്യാതെ ചതഞ്ഞ് ജീവിക്കുന്ന ഏതൊരാളുടെ മേലും ഈവിൾ സ്പിരിറ്റ് കൺട്രോൾ ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെയാണ് ധ്യാനം കൂടിയ പലരും വീണ്ടും സ്പിരിറ്റിന് അടിമപ്പെട്ട് ഈ കുടുംബത്തിലൊരു സമാധാനമില്ലല്ലോ, ഈ കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലല്ലോ, ഈ കുടുംബം ഇനി എന്ന് ഉയരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെ പ്രയോജനം എനിക്ക് ദൈവത്തോടുണ്ട്. ഒരിക്കൽ സ്ഥിരമായിട്ട് ഈ രോഗശാന്തി ശുശ്രൂഷ വരുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്നലെ പെടലി വേദനയായിരുന്നു, അത് കർത്താവ് രോഗശാന്തി ശുശ്രൂഷയിൽ സുഖപ്പെടുത്തി. ഇന്നെന്താ കൈ പൊക്കാൻ വയ്യ, അത് സുഖപ്പെടുത്തി. നാളെ എന്താ മുട്ടിന് വേദന, അത് കർത്താവ് സുഖപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ എന്തായി, അത് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് പെരുപ്പും ഒടുവും ചതപ്പും. അത് കഴിഞ്ഞപ്പോൾ അത് ശരി കർത്താവ്. അവസാനം വരുമ്പോൾ ഇവരോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുക, അല്ല ഇത്രയും നാൾ നിനക്ക് ഇത്രയൊക്കെ രോഗശാന്തിയും ഇത്രയൊക്കെ സമാധാനവും നൽകി, നീ എന്താണ് ആത്മീയ ജീവിതത്തിൽ വന്നിട്ട് എന്ത് പ്രയോജനം? ഈ ചോദ്യം ചോദിക്കാൻ എന്നോട് പറയും. ഞാൻ ചോദിക്കും ഇത്രയും നാളായില്ലയോ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മിണ്ടത്തില്ല. ഒരല്പം കഴിഞ്ഞ് വീണ്ടും പറയും ചങ്കിന് അതിലെക്കൂടെ ഒരു ഓട്ടം ഓടുന്നുണ്ടെന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? ഇവർക്ക് ആവശ്യം രോഗശാന്തി മാത്രമാണ്. ഇവർക്ക് ആവശ്യം മെസ്സേജ് മാത്രമാണ്. ഇവർക്കൊരിക്കലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ, ദൈവരാജ്യം നിത്യജീവന് വേണ്ടി ഇവർക്ക് ജീവിക്കണമെന്നോ, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ ഇവർക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ചെക്ക് ചെയ്യും. അവരുടെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന കണക്ക് ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈവിൾ സ്പിരിറ്റ് ഒരാളിൽ നിന്ന് പൂർണ്ണമായി മാറണമെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളെ പാപത്തിൽ നിന്ന്, ഇവരോട് അതാ പറഞ്ഞത്, ഇവരെ പഴയ ഈജിപ്തിലായിരുന്ന ഭൂതാരാധന നടത്തി ഒരു ശക്തി അവരുടെ ദേഹത്ത് വന്ന് കയറി അവർ പദം പറച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജുകൾ പറഞ്ഞുകൊണ്ട് അവരെന്തൊക്കെയോ ഇങ്ങനെ പവർ കാണിക്കും. അവരവിടെ വീഴും, മണ്ണുവാരി ദേഹത്തിടും, കോഴിയെ വെട്ട്, ചിലപ്പോൾ കോഴിയെ കടിച്ച് മുറിച്ച് അല്ലെങ്കിൽ ആടിനെ കടിക്കുക, ബ്ലഡ് കുടിക്കുക, മദ്യം ഒരുപാട് കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു. പക്ഷേ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു പരിപാടിയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊന്നും നീ ചെയ്യരുത്, നീ വിശുദ്ധനായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീ വിശുദ്ധനായിരിക്കണം, എന്നാലേ നിന്നിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ യാക്കോബ് പ്രിൻസിപ്പൽ കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? നല്ല പ്രിൻസിപ്പൽ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പൽ പാലിച്ചവരെ പുരോഹിതരാക്കി മാറ്റി, പ്രവാചകരാക്കി മാറ്റി, ലീഡറാക്കി മാറ്റി, ശ്രേഷ്ഠന്മാരാക്കി മാറ്റി, രാജ്യങ്ങൾ കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, മക്കളെ കൊടുക്കുന്നു, എല്ലാം യാക്കോബ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രിൻസിപ്പൽ തെറ്റിച്ചവരെ നിങ്ങൾ നോക്ക്. ഭൂമി വളരുന്നു, രോഗം വരുന്നു, പാമ്പ് കടിയേക്കുന്നു, അവർ മരണപ്പെടുന്നു, പിന്നെ അതുപോലെ തന്നെ അവർക്ക് മറ്റ് രോഗങ്ങൾ വന്നിട്ട് അവർ തീരുന്നു, പഴയ നിയമത്തിൽ പകർച്ചവ്യാധി വന്ന് തീരുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുന്നു. ഇതിനർത്ഥം ഒരാളെ യേശുക്രിസ്തു ഭൂതത്തിൽ നിന്ന് രക്ഷിച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നീ ഓൺ ദ സ്പോട്ടിൽ നിത്യജീവന് വേണ്ടി ജീവിച്ചുകൊള്ളണം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ നിത്യജീവൻ എൻ്റെ ശരീരത്തിൽ ഞാൻ തുടരാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് അന്വേഷിക്കണം. നിത്യജീവൻ എൻ്റെ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇത് നീ അന്വേഷിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നീ ശ്രമിക്കണം. അവിടെയാണ് സാത്താൻ നിൻ്റെ ശരീരത്തെ ഭയപ്പെടുന്നത്.
ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. പത്രോസ് നടന്നു പോകുമ്പോൾ നിഴലടിച്ച പിശാചുകൾ പോലും പിശാചുകൾ ഉള്ള ആൾക്കാർ ഡെലിവറായി. അവർ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഈ നിഴൽ വീണവർ. എന്താ കാരണം? പത്രോസിൻ്റെ അകത്ത് നിത്യജീവനുണ്ട്. പൗലോസ് ഇട്ടിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു തുണ്ട് കൊണ്ട് പേഷ്യൻ്റെ മണ്ട വെച്ചതേയുള്ളൂ, അവരുടെ ദേഹത്തൊന്ന് ടച്ച് ചെയ്തുള്ളൂ, അയാൾ സൗഖ്യപ്പെട്ട് എഴുന്നേൽക്കുന്നു. എന്താ? പൗലോസിൻ്റെ അകത്ത് നിത്യജീവനുണ്ട്. അത് കേട്ട വസ്ത്രത്തിൽ പോലും അതിൻ്റെ പവർ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ നിത്യജീവൻ ശരീരത്തിൽ, അതായത് അമിതമായ പൈശാചിക ബന്ധനം പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതലേ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധ വെക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇപ്പം ഞാൻ നിത്യജീവൻ്റെ ഒരു വിഷയം ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ഞാനൊരു ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ബ്ലസം ബ്രദർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കയറും. നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഞാൻ നമ്മുടെ ദൈവവിളി ക്യാമ്പിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. എങ്കിലും 6-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ യേശു ക്രിസ്തു അവരോട് നിത്യജീവനെ കുറിച്ച് പറയുന്നൊരു ഭാഗം നിങ്ങളത് ശ്രദ്ധിക്കണം. അതായത് 67-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കാൻ, പെട്ടെന്ന് വായിക്കണേ. 67. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ എന്താണുള്ളത്? വാക്കുകൾ, വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പറഞ്ഞ വാക്കുകൾ അത് വേറെ ആരും പറഞ്ഞിട്ടില്ല. പലരും പ്രവാചകന്മാരുണ്ടായാലും ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇത്ര ഡീറ്റെയിലായി. അപ്പോൾ എന്താണ്? അപ്പോൾ നിന്റെ അടുത്താണ് അതുള്ളത്. ഈ വചനങ്ങളുള്ളത് നിന്റെ അടുത്താണ്. തുറന്നു വായിക്കുമ്പം, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഓക്കെ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, ഞങ്ങൾ ഇത് വിശ്വസിക്കുക, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എൻ്റെ ചോദ്യം ഇതാണ്, നിത്യജീവന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ഏതാ? എന്താണ് നിത്യജീവന്റെ വചനങ്ങൾ? വിശ്വസിക്കണമല്ലോ. ചിലവർക്ക് ഈ പ്രവൃത്തി, ഇപ്പോൾ ഡെസ്റ്റിൻ ബ്രദറിൻ്റെയൊക്കെ ഈ യൂട്യൂബ് കണ്ടപ്പോൾ അതിൽ വിശ്വസിച്ചാൽ മതി, പ്രവൃത്തി വേണ്ടെന്നൊക്കെ പറയുന്ന ഒരു കൾട്ടിനെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ അത് ഒരു ഈ ഗ്രേസ് മിനിസ്ട്രി ആൾക്കാരുടെ ഒരു ഇതാണ്. അത് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ് ഗ്രേസ് മിനിസ്ട്രി. എന്ന് വെച്ചാൽ കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ യഹൂദന്മാരെയും വിജാതിയരെയും രണ്ടാക്കി മാറ്റും. എന്നിട്ട് പൗലോസിനെ മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി, ബാക്കിയുള്ളവരാരും നമ്മുടെ അപ്പോസ്തലന്മാരല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേട്ട് കഴിഞ്ഞാൽ രസമാണ്. അതാണ്. പക്ഷെ അറിവില്ലാത്ത ആൾക്കാർക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഇവർ ഈ വചനത്തിൽ നിന്ന് അങ്ങനെ ഒരു ഗ്രേസ് മിനിസ്ട്രി ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് അവർ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇവർ അങ്ങനെ കുറേ മിനിസ്ട്രി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇവർ പറയുന്നത് പ്രവൃത്തി വേണ്ട. ശരി, ഈ ഗ്രേസിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ട്, പ്രവൃത്തി കൂടാതെയാണ്, ഗ്രേസിലാണ് നമ്മൾ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷെ ആ വചനത്തെ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെ ഇവർ ഒഴിവാക്കും. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അന്ത്യത്താഴം വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളിൽ നിന്ന് ഇവരെ ജനത്തെ ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കും. ഇവർ പണ്ട് ശ്രമിച്ചിട്ടുണ്ട്, വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അത് അവർ ശ്രദ്ധിക്കും. പക്ഷേ വചനം, ഹല്ലേലൂയ, അതിനെയാണ് യേശു പറഞ്ഞത് നമ്മൾ അനുസരിക്കുക എന്ന് പറയുന്നത്. അതാണ് അനുസരിക്കുക എന്ന് പറയുന്ന വാക്കിനർത്ഥം ചെയ്യുക എന്നുള്ള വാക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് നിത്യജീവൻ്റെ വചനം. 58, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാരും മരിക്കുകയും എന്നാൽ ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, അതാണ് നിത്യജീവൻ. പറഞ്ഞു വായിച്ചോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലേ? 53. സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല, വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. മറിച്ച് എന്താണ്? നിത്യജീവന്റെ വചനങ്ങളെ വിശ്വസിക്കണം. ആ വചനം ഇതാണ്. അല്ലാതെ യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്.
യേശു ദൈവപുത്രനാണെന്നും യേശു പിന്നെ ക്രിസ്തുവിൻ്റെ മിശികയാണ്, ക്രിസ്തുവാണ്, മിശികയാണ്. ഇതെല്ലാം ആര് വിശ്വസിക്കുന്നുണ്ട്? ഉഗ്രം പിശാചുകൾ വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ആ വിശ്വാസം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ പിശാചുക്കളുടെ മിനിസ്ട്രിയിലാണ്. എന്നാൽ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ, നിത്യജീവൻ്റെ മിനിസ്ട്രിയിൽ വരണമെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ നിത്യജീവൻ്റെ വചസ്സുകൾ നമ്മൾ വിശ്വസിക്കണം. ആ വചസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവനെ ജീവനുള്ളൂ. ഇപ്പം ക്ലിയറായി, ഒരുപാട് ഇട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? കറക്റ്റായില്ലേ? ഇനി അതിൽ കിടന്ന് ഒരുപാട് ഇനി നിങ്ങളങ്ങ് നോക്കിയാൽ മതി. നിത്യജീവൻ്റെ വചസ്സുകൾ എന്താണെന്ന് നിങ്ങളങ്ങ് അന്വേഷിച്ചാൽ മതി. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അതാണ്, അവനെ മാത്രമേ ഞാൻ ഉയർപ്പിക്കൂ. അല്ലാതെ ഈ ഗ്രേസ് മിനിസ്ട്രിക്കാർ അവരുടെ കയ്യിൽ നിന്നിട്ട് കളിക്കാറുണ്ട്. ഇതൊക്കെ യേശു അന്നത്തെ സാഹചര്യത്തിൽ യഹൂദന്മാർ വിട്ടു പിരിയാൻ വേണ്ടി പറഞ്ഞ ഒരടവാണ് എന്ന് വരെ പറയുന്ന വില്ലന്മാരുണ്ട്. അതാണ് രസം. അത്രയും കോമഡിമാരാണ് ഇവരെ, ഭയങ്കര രസമാണ് ഇവരെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കൾട്ടിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയാം, ഒന്നാതെ പിതാക്കന്മാർ കുറേ കൾട്ടി വീണതാണ് ഇപ്പോൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പാരമ്പര്യം, നമ്മുടെ വിശ്വാസ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി പോകുന്ന പുതിയൊരു കൾട്ടിലും കൂടെ ചെന്ന് ചാടി അടുത്ത കോടാലിയും കൂടെ ഒപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, പിതാക്കന്മാർ കാണിച്ചു കൂട്ടിയ അവർക്ക് വചനമില്ലാതിരുന്ന സമയത്ത് അവരുടെ അജ്ഞത മൂലം അവർ പിശാചുമായി ചില പൈശാചിക നേർച്ചകളുമായി അവർ ഉടമ്പടി ഉറപ്പിച്ചു. അതിൻ്റെ പരിണാമ ഫലം നമ്മളിലേക്ക് വന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് വന്നത്, അത് നമ്മൾ ഡെലിവറൻസ് ധ്യാനം കൂടി നമ്മൾ ഡെലിവറായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത് വിട്ടുപോകുന്നില്ലെങ്കിൽ പല സ്പിരിറ്റുകൾ പല തലത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. ആ പല സ്പിരിറ്റുകളെ പല വട്ടമായിട്ടായിരിക്കും ജീസസ് നിങ്ങളിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന, ഒരുമിച്ചായിരിക്കത്തില്ല. ഇത് മാറ്റിക്കഴിയുമ്പോൾ നിത്യജീവൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ച് നിത്യജീവനിലേക്ക് നിങ്ങൾ മാറിയാൽ മാത്രമേ സ്പിരിറ്റിന് നിങ്ങളെ ഭയം തട്ടത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ 2 ഉദാഹരണങ്ങൾ വെച്ചു. പത്രോസിൻ്റെയും പൗലോസിൻ്റെ ഉദാഹരണം വെച്ചു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വീട് തനിയെ ഈവിൾ സ്പിരിറ്റിൽ നിന്ന് സ്വതന്ത്രമാകും, നിങ്ങളുടെ ശരീരം തനിയെ സ്വതന്ത്രമാകും. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നിത്യജീവൻ്റെ യേശു പറഞ്ഞ വചസ്സുകൾ പ്ലീസ് എല്ലാവരും അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഈ നിത്യജീവൻ്റെ വചസ്സുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. ഈ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് ഒരാൾ ചോദിക്കുകയുണ്ടായി, നമ്മുടെ ഈ ചിലവരുടെ ബോഡി എന്താ ഈ അഴുകാതെ, ഈ ശവപ്പെട്ടിയിൽ ഇപ്പം മരിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ, നമ്മുടെ പോപ്പൊക്കെ മരിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. അപ്പം ഈ ശരീരം എന്തുകൊണ്ടാണ് അഴുകാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അവരാരും വത്തിക്കാൻ്റെ ന്യൂസിലൊന്നും മാർപ്പാപ്പയുടെ ശരീരം അഴുകുന്നില്ല, അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. വത്തിക്കാൻ ന്യൂസ് നിങ്ങൾ നോക്കിയാൽ മതി. അതെന്ന് പറഞ്ഞാൽ അഴുകാതിരിക്കാനായിട്ട് ഞാൻ റഷ്യയിൽ പോയി സ്റ്റഡി ചെയ്തതാണ്. അതായത് ബോഡിയുടെ ഈ മുഖമൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യും ഫസ്റ്റ്. ആ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്തതിന് ശേഷം ഈ തണുപ്പും ചൂടും ക്ലൈമറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് ബോഡിക്ക് ഇവർ ചെയ്യുന്ന ഈ ട്രീറ്റ്മെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി ബോഡിയിലേക്ക് ആ തണുപ്പും ചൂടും ക്രമീകരിക്കുന്ന കണക്ക് ഒരു ചെറിയൊരു ഹോട്ട് ഒരു പൈപ്പ് വഴി ഈ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കും. ഞാനിത് പിന്നെ ഇവിടെ പോയി പഠിച്ചതല്ല, ഞാൻ റഷ്യയിൽ പോയി പഠിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്തത് ഇട്ട് തരാം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ആ ബോഡി എത്ര നാൾ വേണമെങ്കിലും നിർത്തുന്നതായിട്ട് അവർ കാണിച്ചു തന്നായിരുന്നു. ഗൈഡാണ് എന്നെ കാണിച്ചു തന്നത്. ഇതാണ്. അപ്പോൾ ഒരു ബോഡി ഉണ്ടായിരുന്നു, ആ ബോഡി അഴുകിയിട്ടേ ഇല്ല, അതുപോലെ നിൽക്കുക. ഞങ്ങൾ അടുത്ത് പോയി ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചൂട് കറക്റ്റ് ചെയ്യും. തണുപ്പും ചൂടാണെങ്കിൽ
ക്ലൈമറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്യും, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അയാൾ വന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ബോഡി എത്ര 500 കൊല്ലം വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഒരു 500 കൊല്ലം കഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ എങ്ങനെയാണ് ഇരുന്നതെന്നുള്ളത് ചിത്രം വേണ്ട, ഇത് നോക്കിയിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇരുന്നതെന്നുള്ളത്. അതുകൊണ്ട് മലയാളികളുടെ ഇടയിൽ ഇപ്പോഴേ ചർച്ചയായി തുടങ്ങി. പോപ്പിൻ്റെ ശരീരം അഴുകാതിരിക്കുന്നത് കണ്ടോ, പോപ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണമാണ് അത് സത്യമായിട്ടുള്ള ഒരു സുവിശേഷത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ടീമാണ് നമ്മുടെ ജീസസ് വിഷൻ ടീം. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യാവസ്ഥ നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞത്. അവർ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ മാർപ്പാപ്പ എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസമാണ്, മാർപ്പാപ്പയൊക്കെ നേരത്തെ മരിച്ചു പോയതായിരിക്കാം, ഒരു കുറച്ച് ദിവസം മുമ്പേ മരിച്ചു കാണും, പക്ഷെ പുറത്ത് വിട്ടത് ഇപ്പോഴായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലെ വിശ്വാസം. ഞാനത് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് വിശ്വസിക്കാൻ പറയുകയോ ചെയ്തില്ല. എൻ്റെ ഉള്ളിൽ, കാരണം അത്ര പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഒരു മരണം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അന്നേരം മുതൽ ഈ സമയം വരെ ആ ബോഡി അതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്നവർക്ക് എംബാം ഒക്കെ ചെയ്താണ് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലതാണ്, അങ്ങനെ ഇരിക്കട്ടെ, അടുത്ത തലമുറയ്ക്ക് മാർപ്പാപ്പയെ കാണാനായിട്ട് പറ്റും, നല്ലത്. പക്ഷെ അതിൻ്റെ അകത്ത് തെറ്റായ ഒരർത്ഥം എടുത്തിട്ട് ഒരു ഭക്തി രൂപപ്പെടുത്താതിരിക്കാൻ ജീസസ് വിഷൻ ഫാമിലികൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.